നീ പറഞ്ഞത് ശരിയാ. ഞാൻ വരാതിരുന്നതിനൊരു കാരണമുണ്ട്. അവിടെ ഞാൻ എത്തിയതിനു ശേഷം ഏതെങ്കിലും ഒരാളിൽ നിന്ന് മറുത്തൊരു വാക്ക് കേട്ടാ എനിക്ക് പിന്നെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയല്ല. പിന്നെ അവിടുത്തെ സന്തോഷമല്ല അങ്ങ് പോകുന്നേ. ഇനി വരാം, എപ്പോ വേണേലും വരാം. എടാ മക്കളെ, ഞാൻ പണ്ടേ പറയാറില്ലേ, നിന്റെ കയ്യും പിടിച്ച് ആ നാട്ടിൽ കൂടെ നടക്കുന്നതാ അമ്മാവന് ഏറ്റവും വലിയ സന്തോഷമെന്ന്. അങ്ങനെ ഒരു ദിവസം പോണം. എന്തായാലും ജീവിതത്തിലൊരിക്കൽ അവിടെ പോയല്ലേ പറ്റൂ. അച്ഛൻ ഫംഗ്ഷന് പോയ കാര്യം വീണാമ്മ ചോദിച്ചു. എപ്പോ? വീണ ഇവിടെ വന്നിരുന്നോ? ഇല്ല, അപ്പൂപ്പന്റെ ഫോണിൽ വിളിച്ചു. അപ്പൊ ഞാനേ എടുത്തേ. എന്നിട്ട് എന്താ സംസാരിച്ചേ? വീണാമ്മയെ കാണാൻ തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. കൂടെ വരുന്നുണ്ടോന്നും ചോദിച്ചു. നീ എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ അച്ഛനെ വിട്ട് എങ്ങോട്ടും വരില്ലെന്ന് പറഞ്ഞു. മോള് പോയിട്ടേ സുജാതമ്മയോട് നിത്യമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറ. പോ. ശരി, ഇത് പിടിച്ചേ. എടാ, അവള് വിളിച്ചതും സംസാരിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇവിടുന്ന് പോയാലും അവള് വെറുതെ ഇരിക്കില്ലല്ലോ. അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? ഇതവളെപ്പോഴും ചെയ്യുന്ന കാര്യമല്ലേ. അതുകൊണ്ടൊന്നല്ല അമ്മാവ, കല്യാണി വിട്ടുകൊടുക്കണമെന്ന് ഒരാവശ്യം വന്നിട്ടുണ്ട്. വീണയല്ല, വിപിൻ. അവൻ പിന്നെയും വന്നാ? ഫംഗ്ഷൻ നടന്ന സ്ഥലത്ത് വിപിൻ വന്നിരുന്നു. ഹരിയെ മാറ്റി നിർത്തി സംസാരിച്ചു. വീണയും വിപിനും ചേർന്ന് ചോദിക്കുമ്പോ കല്യാണിയെ പിടിച്ചു വെക്കാൻ നമുക്കൊരവകാശം ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ മുഖത്തടിച്ചില്ലേ നീ? തല്ലി കൊല്ലണ്ടേ ആ വൃത്തിയേടവനെ? എടാ, അവനല്ല, ദൈവത്തമ്പുരാൻ തന്നെ മോളെ വന്ന് ചോദിച്ചാലും ശരി, നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കൊടുക്കുകയല്ല. എടാ, അവള് നിന്റെയല്ലേ? പെട്ടെന്ന് കേട്ടപ്പോ ഞാനൊന്ന് പതറിപ്പോയി. പക്ഷെ ഞാനിപ്പോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ചെയ്യാനുള്ളതൊക്കെ അവള് ചെയ്യട്ടെ. എന്റെ മോള് എന്റെ കൂടെ തന്നെ ഉണ്ടാവും. മധുര നൊമ്പരക്കാറ്റ്